എൻ്റെ പ്രിയപ്പെട്ട 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഇനി അടുത്തൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഇങ്ങനെ അഭിസംബോധന ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഒരു മാസത്തിനപ്പുറത്ത് നിങ്ങൾ ഹൈസ്കൂളിലെ ഏറ്റവും മുതിർന്ന കുട്ടികളാവാൻ പോവുകയാണ്. നിങ്ങൾ 2024-25 SSLC ബാച്ച് ആവാൻ പോവുകയാണ്. അപ്പോൾ ഗൗരവമുള്ള ഒരു സമയമാണിത്. കാരണം മാർച്ച് 1-ാം തീയതിയാണ് നമ്മുടെ പരീക്ഷ തുടങ്ങുന്നത് അല്ലേ. മാർച്ച് 7-ാം തീയതിയാണ് നമ്മുടെ ഇംഗ്ലീഷ് പരീക്ഷയുള്ളത്. സോ ഇനിയും നമ്മളൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ചില ആളുകളൊന്നും ഇന്നും ഇംഗ്ലീഷ് പരീക്ഷ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എങ്ങനെ തുടങ്ങുമെന്നുള്ളതാണ്. നമുക്ക് എന്തെല്ലാമാണ് പഠിക്കാനുള്ളത്, നമ്മുടെ സിലബസിൽ എന്തെല്ലാമാണ് ഉണ്ടാവുക. 8ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ചിരുന്നത് 80 മാർക്കിൻ്റെ പരീക്ഷയ്ക്കല്ല 40 മാർക്കിൻ്റെ പരീക്ഷയായിരുന്നു. പക്ഷേ 10ലും 9ലും നമ്മൾ നേരിടാൻ പോകുന്ന പരീക്ഷയ്ക്ക് 80 മാർക്കിൻ്റെതാണ്. ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഡിസ്കോഴ്സസ് ഉണ്ട്. ആ ഡിസ്കോഴ്സസിൻ്റെ എല്ലാം ഫോർമാറ്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ലെറ്റർ റൈറ്റിംഗ് ആണെങ്കിലും, ഡയറി എൻട്രി ആണെങ്കിലും, നോട്ടീസ് ആണെങ്കിലും, കോൺവെർസേഷൻ ആണെങ്കിലും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ഫോർമാറ്റുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. അടുത്തത് ഗ്രാമർ സെക്ഷനാണ്. ഗ്രാമർ ഒരുപാടൊന്നും ഇല്ലെങ്കിലും നമുക്ക് സെയിം ഗ്രാമർ തന്നെയാണ് 10th സ്റ്റാൻഡേർഡിലും പഠിക്കാനുള്ളത്. സോ അതീവ ഗൗരവമായിട്ട് തന്നെ നമ്മളതിനെ കാണേണ്ടതുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ ചാപ്റ്റേഴ്സാണ്. എല്ലാ ചാപ്റ്റേഴ്സിനെയും കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. ഈ ചാപ്റ്റേഴ്സ് എങ്ങനെ പഠിച്ചു തുടങ്ങും? കാരണം 5 യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിലെവിടെയാണ് നമ്മളൊന്ന് തുടങ്ങുക? 5 യൂണിറ്റിൽ നിന്നും നമുക്ക് 5 പോയംസാണ് പഠിക്കാനുള്ളത് അല്ലേ. പോയംസിൽ നിന്നും നമുക്ക് തുടങ്ങാം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു രീതി നിങ്ങൾക്ക് അറിയാമല്ലോ. ആദ്യം ഒരു പാസേജ് എന്നിട്ട് ഒരു 5 ചോദ്യം ഉണ്ടാവും, 5 മാർക്ക് ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു പോയറ്റിക് ലൈൻസ് തന്നിട്ട് അതിൽ നിന്നും ചോദ്യങ്ങളാണ്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമുക്കൊരു പോയറ്റിക് അപ്രീസിയേഷൻ ആണ്. അപ്പം 5 പോയം പഠിച്ചാൽ 2 പോയം നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. അതൊരു ബോണസാണ് അല്ലേ. അപ്പോൾ നമുക്കാണെങ്കിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. കാരണം നമ്മൾ ആദ്യം തന്നെ പോയംസ് കംപ്ലീറ്റ് ചെയ്തു എന്നൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാ കംപ്ലീറ്റ് പോയംസും പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. പോയംസ് പഠിക്കുമ്പോൾ സൈഡ് ക്വസ്റ്റ്യൻസ് തന്നെ പഠിച്ചാൽ മതി. കാരണം ഡയറിയോ അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ചോ ഒന്നും നമുക്ക് എവിടെ നിന്നും ചോദിക്കില്ല, പോയത്തൊന്നും ചോദിക്കില്ല. തൊട്ടടുത്തുള്ള ചോദ്യങ്ങളും വരികൾ കൃത്യമായി മനസ്സിലാക്കുകയും അതുപോലെ തന്നെ പോയറ്റിക് ഡിവൈസസ്, സിമിലി, മെറ്റഫർ പോലെയുള്ള കാര്യങ്ങൾ, അലിട്രേഷൻ പോലെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് പഠിച്ചു വെക്കുകയും ചെയ്താൽ മതി. അവിടെ നമ്മുടെ പോയംസ് സെറ്റായി. പിന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി നോക്കുക എന്നുള്ളതാണ്. ലാംഗ്വേജ് പരീക്ഷയ്ക്ക് നമ്മളെപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുത്ത് ശരിയാക്കുക എന്നുള്ളതാണ്. ചില ആളുകൾക്കൊക്കെ ഗ്രാമർ തെറ്റിപ്പോകുമോ, പ്രത്യേകിച്ച് മലയാളം മീഡിയം കുട്ടികൾക്കൊക്കെ എഴുതുന്നത് തെറ്റിപ്പോകുമെന്ന് പേടിച്ചിട്ട് നമ്മൾ എഴുതാതിരിക്കും. 80 മാർക്കിൻ്റെ പരീക്ഷയാണ്, നമ്മൾ അത്യാവശ്യം നന്നായിട്ട് എഴുതണം അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1-2 മാർക്ക് മാത്രമാണ് നമുക്ക് ഗ്രാമർ മിസ്റ്റേക്കിനോ അല്ലെങ്കിൽ ലാംഗ്വേജിലുള്ള മിസ്റ്റേക്സിനൊക്കെ നഷ്ടപ്പെടാൻ പോകുന്നത്. ബാക്കി 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് 5 മാർക്ക് നമുക്ക് കിട്ടാനുണ്ട് അല്ലേ, 6 മാർക്കും നമുക്ക് കിട്ടാനുണ്ട്. സോ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ആക്കിയിട്ട് അങ്ങോട്ട് എഴുതുക. എഴുതുക എന്നത് തന്നെയാണ് അതിനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത്. സോ ബി കോൺഫിഡൻറ്റ്, നന്നായിട്ട് കോൺഫിഡൻ്റ് ആയിരിക്കുക, നന്നായി എഴുതി നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ക്വസ്റ്റ്യനെങ്കിലും അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്തൊന്നും നമുക്ക് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്തൊന്നും വന്നിട്ടുള്ള ചോദ്യങ്ങൾ നമ്മളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. അവിടെ നമ്മുടെ പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു പ്രൊഫൈലുണ്ട്. പ്രൊഫൈൽ എന്തായാലും നമുക്ക് വരുന്നൊരു ചോദ്യമാണല്ലോ അല്ലേ. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഇത്രയും പ്രൊഫൈൽ എഴുതിയിട്ട് എന്തുകൊണ്ട് നമുക്ക് ഫുൾ മാർക്ക് കിട്ടിയില്ല? അതിലെന്തെല്ലാം പോയിൻറ്റ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഈ കാര്യങ്ങളെല്ലാം പറയുന്ന നമ്മുടെ മാരത്തോണുകൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ചാപ്റ്റേഴ്സിൻ്റെ കംപ്ലീറ്റ് സമ്മറി കിട്ടുന്ന മാരത്തോൺ ലൈവുകളുണ്ട്. അതുപോലെ തന്നെ കോണ്ടൻറ്റുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട്. സോ അതെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളൊരു ബുക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. ഇന്ന ഫോർമാറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ലെറ്റർ റൈറ്റിംഗ്, ഡയറി എൻട്രി, നറേഷൻ, അതുപോലെ തന്നെ റൈറ്റപ്പ്, ഇതെല്ലാം ഇതിൻ്റെ ഫോർമാറ്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് ടിക്കിട്ട് പോവുക. അതുപോലെ ഗ്രാമറിലാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ്, ഇഫ് ക്ലോസ് എന്നീ പറയുന്ന സാധനങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക. അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് ടിക്കിട്ട് വെക്കുക. അങ്ങനെ പരീക്ഷയുടെ അവസാന ദിവസത്തേക്ക് അടുക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ചോദിച്ച അല്ലെങ്കിൽ മുൻപേ ചോദിച്ച പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ ഒന്ന് കണ്ണോടിച്ച് പോവുക. അത് തന്നെയായിരിക്കും മക്കളെ നമുക്ക് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്നു മുതലെങ്കിലും തുടങ്ങിയില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടങ്ങളിലേക്കായിരിക്കും പോകുന്നത്. സോ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. മറ്റൊരു പ്രശ്നം കുട്ടികൾ നേരിടുന്നത് ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലാണ്. സർ, പരീക്ഷയ്ക്ക് എനിക്ക് സമയം കിട്ടാത്ത ഒരു പ്രശ്നം പറയാറുണ്ട്. സോ ടൈം മാനേജ്മെൻറ്റ് നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോരോ സമയങ്ങളായിരിക്കും എന്ന് മനസ്സിലാക്കുക.
എൻ്റെ മാത്രം പ്രശ്നമല്ല ഇത്, ഒരുപാട് ആളുകളുടെ പ്രശ്നമാണ്. സോ അതിലൊരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രയാസമുള്ള ചോദ്യങ്ങളല്ല ആദ്യം നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. നമുക്ക് ഏറ്റവും ഈസി ആയ ചോദ്യങ്ങൾ പെട്ടെന്ന് അറ്റൻഡ് ചെയ്ത് വരിക. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, നമ്മുടെ 7 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടല്ലോ, ടൈം മാനേജ്മെൻറ്റിൽ പ്രശ്നമുള്ള ആളുകൾ അത് ആദ്യം അറ്റൻഡ് ചെയ്യുക. പിന്നീട് നമ്മുടെ മാർക്ക് കുറഞ്ഞ 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ഒക്കെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാവുന്നതാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രശ്നത്തെ നമ്മൾ പരിഹരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ഉറക്കമില്ലാത്ത ദിവസങ്ങളായി മാറണം. നമ്മൾ പഠനത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ദിവസങ്ങളാക്കി മാറ്റണം. അങ്ങനെ നമുക്ക് മികച്ച ഒരു വിജയം നേടിയിട്ട് മികച്ച കുട്ടികൾ പഠിക്കുന്ന ഒരു 10ാം ക്ലാസ്സിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റണം. നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ, താങ്ക് യു.